നവകേരള സദസ്സും കേരളീയവുമാണ് കേരളത്തെ ഇന്നത്തെ ഇത്ര രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്ക് എത്തിച്ചത്. ആ ധനപ്രതിസന്ധിയിൽ നിന്ന് കയറാൻ നിവൃത്തിയില്ലാതെ ഭരണം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. ഞങ്ങളെ കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറയുന്നത് സ്വന്തം തെറ്റ് മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ കടക്കണിയിലേക്ക് പോകുന്നത് കേന്ദ്രത്തിന്റെ അവഗണന മൂലമാണ് എന്ന് വരുത്തി തീർത്ത് കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിക്കാനുള്ള ഒരു മാർഗമാണിത്. ഇപ്പോൾ ഖജനാവിലാണ് പൂച്ച പെറ്റുകിടക്കുന്നത് എങ്കിൽ അപ്പോൾ ഒരു പക്ഷെ സെക്രട്ടേറിയറ്റില് മുഖ്യമന്ത്രിയുടെ കസേരയിലും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കൂടായികയില്ല. നമ്മൾ പ്ലാൻ ഫണ്ടായിട്ട് ചെലവഴിക്കാൻ കാത്തിരുന്നത് 38,629 കോടിയാണ് പദ്ധതി വിഹിതമായിട്ട് ചെലവഴിക്കാനിരുന്നത്. അതിൽ എത്ര ശതമാനം ചെലവഴിച്ചു എന്ന് നോക്കുക. 40% എന്ന് അവർ പറയുന്നു. പക്ഷെ ആകെ ചെലവഴിച്ചത് വളരെ ചെറിയ ഒരു തുക മാത്രമാണ് പദ്ധതി. അതായത് സംസ്ഥാന ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതമായി കൊടുക്കാൻ പറഞ്ഞിരുന്നതിന്റെ 18.4% മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് സംസ്ഥാന തലത്തിൽ 40% വരെ ഉയർന്നു എന്ന് കണക്ക് പറയുന്നു. അത് കള്ളക്കണക്കോ അതിശയോക്തി കലർന്ന കണക്കോ ആകാം. രണ്ടായാലും സംസ്ഥാനത്തിന്റെ പദ്ധതി ചെലവുകൾ ഒന്നും നടന്നിട്ടില്ല. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാമെന്ന് ഏറ്റിരുന്ന അവർ തുടങ്ങിയ പ്രോഗ്രാംസും അതുപോലെ അനിശ്ചിതത്വത്തിൽ തന്നെ കിടക്കുകയാണ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തില് വിഭവ സമാഹരണം നേരത്തെ CAG ചൂണ്ടിക്കാണിച്ച ആ 24-25% വരുന്ന വരുമാന സമാഹരണം, അതിലെ അരിയറ് അത് പിരിച്ചെടുക്കാനുള്ള ശക്തമായ നടപടി സംസ്ഥാന ഗവൺമെന്റ് മുൻപോട്ട് കൊണ്ടുപോകണം. ഈ വർഷത്തെ വിഭവ സമാഹരണം കാര്യക്ഷമമാക്കണം. കെടുകാര്യസ്ഥത കുറഞ്ഞ്, അതായത് ഈ എല്ലാ തരത്തിലുള്ള അഴിമതിയും കുറഞ്ഞ് വേണ്ടിടത്ത് മാത്രം ചെലവാക്കുക എന്ന രീതിയിലേക്ക് സർക്കാർ തിരിച്ചു വരണം. അതിനെങ്ങനെ? നവകേരള സദസ്സ് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റിൽ എത്തുമ്പോഴേക്കും ഇപ്പോൾ ഖജനാവിലാണ് പൂച്ച പെറ്റുകിടക്കുന്നത് എങ്കിൽ അപ്പോൾ ഒരു പക്ഷെ സെക്രട്ടേറിയറ്റില് മുഖ്യമന്ത്രിയുടെ കസേരയിലും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കൂടായികയില്ല. അത്ര കാര്യക്ഷമതയില്ലാത്ത ഭരണ സംവിധാനമാണ്, അഥവാ ഭരണത്തിന്റെ അഭാവമാണ് ഇന്ന് കേരളം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അനന്തരഫലം വരും തലമുറകൾ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തലമുറ മാത്രമല്ല, ഇന്ന് നടക്കാത്ത വികസനത്തിന്റെ കെടുതികൾ വരും തലമുറ കൂടിയാണ് അനുഭവിക്കേണ്ടത്. ഇന്ന് വിദ്യാർത്ഥികളില് നിക്ഷേപിക്കുന്നില്ലെങ്കിൽ, ഇന്ന് ശിശുക്കളിൽ നിക്ഷേപിക്കുന്നില്ലെങ്കിൽ അതൊക്കെ വരും തലമുറയുടെ വളർച്ചയ്ക്കാണ് കത്തിവെക്കുന്നത് എന്ന കാര്യം നാം മറക്കാൻ പാടില്ല. അതുകൊണ്ട് കടുത്ത ധനപ്രതിസന്ധി തന്നെ, എപ്പോൾ വേണമെങ്കിലും കടക്കണിയിലേക്ക് പോകാവുന്ന ധനപ്രതിസന്ധി തന്നെ. ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അനക്കം ഉണ്ടായില്ലെങ്കിൽ തന്നെ അവരുടെ മുറവിളി കേൾക്കാം. ഞങ്ങളെ കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറയുന്നത് സ്വന്തം തെറ്റ് മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ കടക്കണിയിലേക്ക് പോകുന്നത് കേന്ദ്രത്തിന്റെ അവഗണന മൂലമാണ് എന്ന് വരുത്തി തീർത്ത് കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിക്കാനുള്ള ഒരു മാർഗമാണിത്. ആ മാർഗം മനസ്സിലാക്കിക്കൊണ്ട് സത്വരമായി ഇടപെടേണ്ടത് കേന്ദ്രത്തിന്റെ ചുമതലയാണ് എന്ന് മാത്രമേ ഞാനിവിടെ വിവക്ഷിക്കുന്നുള്ളൂ. നമ്മൾ കൊടുക്കുന്ന നികുതി എല്ലാ ഉൽപ്പന്നങ്ങളിലും കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കളായ ഞാനും നിങ്ങളും നികുതി കൊടുക്കുകയാണ്, GST. പക്ഷെ ആ GST നമ്മുടെ ഖജനാവിൽ എത്തുന്നില്ല. അതായത് CAG പറഞ്ഞത് 11,340 കോടി രൂപ GST വകുപ്പിൽ തന്നെ അരിയർ കിടക്കുന്നു എന്നാണ്. എന്ന് വെച്ചാൽ എന്താണ് അതുകൊണ്ട് അതായത് CAG കണ്ടത് തന്നെ ആ വലിയ മാമലയുടെ ഒരു ചെറിയ തുമ്പ് മാത്രമാണ്. അതായത് നികുതി വെട്ടീരെന്ന് പറയുന്ന വലിയ മല, വലിയ പർവ്വതം, ആ പർവ്വതത്തിന്റെ ഒരു കൊച്ചു ശിഖരം മാത്രമാണ് CAG പോലും കണ്ടെത്തിയിട്ടുണ്ടാവുക. കാരണം ഇത്രയധികം ഉപഭോഗം നടക്കുന്ന കേരളത്തിൽ നമ്മുടെ ഖജനാവ് കാലിയാണ് എന്നുണ്ടെങ്കിൽ നാം നൽകുന്ന ഉപഭോക്തൃ നികുതികൾ, അതായത് GST മുഴുവനും വ്യാപാരികളും വ്യവസായികളും ഒളിക്കുന്നു, വെട്ടിക്കുന്നു. അത് GST പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നില്ല, അത് GSTയിൽ എത്തുന്നില്ല, അത് ഖജനാവിൽ എത്തുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നമുക്ക് അതായത്
ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ്, ജനസേവനത്തിന് വേണ്ടിയാണ് നികുതി പിരിക്കുന്നത്. ആ നികുതി ഖജനാവിൽ എത്തുന്നില്ലെങ്കിൽ ആ നികുതി കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും കിട്ടാത്ത അവസ്ഥയാണ്. നമ്മുടെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കും, നമ്മുടെ 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 കൃഷിക്ക് ജലസേചനം ഇല്ലാതെ കിടക്കും. എല്ലാ രംഗത്തും നാം പുറകോട്ട് പോകുമ്പോൾ എല്ലാ രംഗത്തും വ്യാപാരികളും വ്യവസായികളും അദാനികളും അംബാനികളും എന്ന പോലെ വളർന്നുകൊണ്ടിരിക്കും. ഇതിനെതിരെ ശബ്ദിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം ധനപ്രതിസന്ധിയിൽ നിന്ന് ധനപ്രതിസന്ധിയിലേക്കും കടക്കണിയിലേക്കും പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി, നമ്മുടെ വരുന്ന മക്കൾക്ക് വേണ്ടി, വരുന്ന തലമുറയിലെ മക്കൾക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നത് ഒരു മഹാ നരകമായിരിക്കും. അതല്ലാതെ ജനവാസ യോഗ്യമായ ഒരു സംസ്ഥാനമായിരിക്കുകയില്ല എന്നെപ്പോഴും ഓർക്കുന്നത് നന്നായിരിക്കും.